السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, സർവശക്തനും സർവലോക രക്ഷിതാവും സർവപരിപാലകനുമായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിക്കണമെന്ന് എന്നോടൊപ്പം പോലെ നിങ്ങളെയും ഓർത്തുകയാണ്. വിശ്വാസികൾ എന്നൊക്കെ ഞാൻ നിങ്ങൾ കാര്യഗൗരവത്തോടെ മനസ്സിരുത്തേണ്ട അല്പം ചില കാര്യങ്ങൾ, ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്നിച്ചിരുന്ന് ആലോചിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. നല്ല മനസ്സോടെ നല്ല പ്രാർത്ഥനയോടെ ഇഷ്ടപ്പെടുന്ന വർത്തമാനങ്ങൾ കേൾക്കാൻ, മനസ്സിലാക്കാൻ, പഠിക്കാൻ, കേൾക്കുന്ന മനസ്സിലാക്കുന്ന കാര്യങ്ങൾക്ക് അനുസൃതമായ ജീവിതം ചിട്ടപ്പെടുത്തുവാൻ നമുക്ക് തൗഫീഖ് ആവശ്യമാകട്ടെ. പ്രിയപ്പെട്ടവരെ, സൗകര്യപ്പെടുത്തി കൊടുത്താൽ നന്നായിരുന്നു. കുറേ ഗ്യാപ്പുകളൊക്കെ മുന്നിലുണ്ട്. ഇനി വരുന്ന ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, കുറേ വരാതിരിക്കും. അവിടെ കുറച്ചൊന്ന് സൗകര്യപ്പെടുത്തി കൊടുത്താൽ അത് എല്ലാ ആഴ്ചയും പറയേണ്ട ആവശ്യമില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. ഗ്യാപ്പുകൾ നികത്തിയിരുന്നാൽ 10-20 ആളുകൾക്ക് മുന്നോട്ട് കയറിയിട്ടാണ്. സഹോദരങ്ങളെ, മനുഷ്യരായ നമ്മളൊക്കെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ കോടാനുകൂടി അനുഗ്രഹങ്ങളുടെ നടുവിലാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യമാണ്. ആയുരാരോഗ്യ സൗഖ്യമാണ് ഈ ഭൂമിയിൽ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. മറ്റൊന്ന് ഹിദായത്താണ്. നമ്മളൊക്കെ ഒരു പ്രയാസം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകരുത് എന്ന് അത്രയും താല്പര്യമുള്ളവരാണ്. മറ്റു ഇബാദത്തുകളൊന്നും ശ്രദ്ധിക്കുന്നില്ല, നിസ്കാരത്തെ ശ്രദ്ധയില്ല, ദീനുമായി ബന്ധമില്ല, അള്ളാന്റെ റസൂലിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്താൻ മനസ്സില്ല. എന്നാൽ അവന്റെ ശരീരം ശ്രദ്ധിക്കുന്ന കാര്യത്തിന് വളരെയേറെ കാഴ്ചപ്പാടുള്ള ആളായിരിക്കും. എന്തേ കാരണം? ജീവിതത്തിന്റെ കൊതി തന്നെയാണ്. ജീവിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ട് ആയുരാരോഗ്യം ഏറ്റവും പ്രധാനമാണ്. വിശ്വാസികൾ എന്ന നിലയ്ക്ക് നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ കാണിക്കേണ്ട വിഷയമാണ് ആയുരാരോഗ്യ സൗഖ്യം. ചില ആളുകൾക്ക് പറയാം, എന്റെ മേത്ത് ഇതുവരെ ഒരു സൂചി പോലും അടിച്ചിട്ടില്ല, അൽഹംദുലില്ലാ. ആ മനുഷ്യൻ 1000 വട്ടം അൽഹംദുലില്ലാ എന്ന് പറയാം. ഇതുവരെ ഞാൻ ആശുപത്രിയിൽ കടന്നിട്ടില്ല. ഒരു ചികിത്സക്കായി ഞാൻ ഡോക്ടറെ പലപ്പോഴും രോഗികളെ സന്ദർശിക്കാനൊക്കെ ആശുപത്രിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഞാൻ ആശുപത്രിയിൽ കടന്നിട്ടില്ല എന്ന് പറയുന്ന അപൂർവ ആളുകളുണ്ട്. ചെറുപ്പത്തിലൊക്കെ ചില സൂചികളൊക്കെ അടിക്കുമല്ലോ, അതൊക്കെ അല്ലാതെ മറ്റൊന്നും എന്റെ ശരീരത്തിൽ കയറിയിട്ടില്ല എന്ന് പറയുന്നത് അൽഹംദുലില്ലാ ഖൈറാണ്. നമ്മളൊക്കെ ആയുരാരോഗ്യ സൗഖ്യം ആഗ്രഹിക്കുന്ന ആളുകളാണ്. രോഗശൈലിയിൽ കിടക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ അറിവിലും പരിചയത്തിലുണ്ട്. ഇന്ന് മുൻകാലത്തെ അപേക്ഷിച്ച് രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു കാരണം പറഞ്ഞാൽ രോഗം വേഗം തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളുണ്ട്. കുറെ കാലം മുമ്പ് പറഞ്ഞാൽ രോഗിയായിട്ടാണ് മരിച്ചെന്ന് വീഴല്ലാതെ വേറെ എന്താണെന്ന് അറിയില്ല. ഇപ്പൊ പറഞ്ഞാല് ചെറിയ എന്തെങ്കിലും ഒരു തണുപ്പ് കാണുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ MRI എടുക്കുന്നു, രോഗം കൃത്യമായി നിർണ്ണയിക്കാൻ പറ്റുന്ന സാഹചര്യം മുമ്പത്തേക്കാൾ അധികം. ഏതായിരുന്നാലും അത്തരം രോഗിയുടെ കാര്യത്തിൽ ഒരു അരിവുള്ള നനവുള്ള മനസ്സ് നമുക്ക് വേണേനും നമ്മൾ അള്ളാഹിനോട് കൂടുതൽ അടുക്കുമാണ്. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി എപ്പോഴും ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. റസൂലുള്ളാഹി രോഗിയെ സന്ദർശിക്കാൻ ചെല്ല, അദ്ദേഹങ്ങൾ മെലിഞ്ഞൊട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ പക്ഷിക്കുഞ്ഞിനെ പോലെ ആയിട്ടുണ്ട്, അത്രയും മെലിഞ്ഞൊട്ടിയിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി ചോദിച്ചു, എന്താ സുഹൃത്തെ അവസ്ഥ? കാര്യങ്ങളൊക്കെ പറഞ്ഞു. നീ പ്രാർത്ഥിക്കുമ്പോ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യാറില്ലേ എന്ന് റസൂൽ ചോദിക്കാൻ. ഇല്ല പ്രവാചകരെ, റസൂൽ പറയാ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം, ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന സഹാബി മഹാനായ റസൂലുള്ളാഹി പഠിപ്പിക്കുക.
വിശ്വാസികളെ നമ്മളൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹ് എന്റെ ശരീരത്തിന് നീ ആഫിയത്ത് നൽകണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫീ ദീനി വദുനിയായ വമാലി വഅഹ്ലി. മുത്തറസൂൽ പഠിപ്പിച്ച കനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ തബ്ബറാനി ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ. അല്ലാഹ് ആയുരാരോഗ്യ സൗഖ്യം നൽകണേ, ആഫിയത്ത് നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ പ്രവാചകൻ തിരുമേനി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കാൻ, രോഗം വരാതിരിക്കാൻ, വന്നാൽ രോഗത്തെ കൃത്യമായി ട്രീറ്റ് ചെയ്യണം, ചികിത്സിക്കണം, പ്രാർത്ഥിക്കണം. ഇസ്ലാം നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. വിശ്വാസികളെ, ഞാൻ പറഞ്ഞല്ലോ, ആയുരാരോഗ്യ സൗഖ്യം വലിയ അനുഗ്രഹം. എന്നാൽ പല ആളുകളും നമ്മൾ ആലോചിച്ച് നോക്കി, എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുള്ളവരാ ഭൂരിഭാഗം ആളുകൾ. എന്നാൽ ആ അസുഖത്ത് നമ്മൾ അങ്ങനെ തന്നെ കാണും. ഒരു വിശ്വാസികൾ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ഒരു രോഗം വന്നാൽ അതിൽ അള്ളാഹുവിനെ സ്തുതിച്ചാൽ, അള്ളാഹിന്റെ തൗഫീഖാണല്ലോ, അള്ളാഹിന്റെ തീരുമാനമാണല്ലോ ഈ അസുഖം വന്നത് എന്ന നിലക്ക് ഹമീദ എന്നൊരു വാക്ക് അവന്റെ ജീവിതത്തിൽ വന്നാൽ, അള്ളാഹിനെ വെറുപ്പിക്കാതിരുന്നാൽ, ഒരു 10 കൊല്ലം അവൻ ആ രോഗശൈലിയിൽ കഴിയുമ്പോ അവൻ ആ രോഗശൈലിയും ചിലപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേക്കാം. അല്ലെങ്കിൽ വിശ്വാസികൾ അവന്റെ ശാശ്വത ലോകത്തേക്ക് അവൻ യാത്രയായേക്കാം. അവൻ പോകുന്നത് എങ്ങനെയാണെന്നോ, ഒരു തെറ്റുകുറ്റവും ചെയ്യാത്ത സംശുദ്ധനായിക്കൊണ്ടാണ്. മഹാനായ പ്രവാചകൻ തിരുമേനി പഠിപ്പിച്ച ഹദീസ് നിങ്ങൾ കേൾക്കൂ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശാബിൻ ചെറുപ്പക്കാരൻ രോഗിയായി കിടക്കും. റസൂലുള്ളാഹി കടന്നു ചെല്ലുകയാണ്. അദ്ദേഹം മരണാസന്നമായ അവസ്ഥയിലാണ്. രണ്ട് അനുഭവങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. റസൂൽ 2 രോഗികളെ സംബന്ധിച്ച അനുഭവങ്ങൾ. രണ്ടാളെ സംബന്ധിച്ച ഒരു ചെറുപ്പക്കാരൻ രോഗശൈലിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇന്ന് അയാള് നല്ല മനസ്സോടെയാണ് കിടക്കുന്നത്. മരിക്കുമെന്ന വല്ലാത്തൊരവസ്ഥ ഉണ്ട്. കാരണം ശാരീരിക അവസ്ഥ അത്രയും ക്ഷീണത്തിലാണ്. പ്രവാചകൻ തിരുമേനി ചോദിച്ചു, കൈഫ തജിദുക സുഹൃത്തേ, എന്താണ് നിന്റെ അവസ്ഥ? അല്ലാഹ് നിനക്ക് ആഫിയത്ത് തരട്ടെ, അല്ലാഹ് നിനക്ക് ആയുസ്സ് തരട്ടെ, അല്ലാഹ് എന്റെ പാപങ്ങൾ പുറത്തു തരട്ടെ എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി അർജുല്ലാഹ്, എനിക്ക് എന്റെ റബ്ബിൽ പ്രതീക്ഷയുണ്ട്. അസഹായി പറയാണ്. ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് എന്റെ റബ്ബിൽ പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ അരികിൽ വന്ന പാപങ്ങൾ എന്റെ റബ്ബ് പുറത്തു തരുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. വീണ്ടും ആ സഹാബി പറയുന്നു, യാ റസൂലല്ലാഹ് അതുപോലെ തന്നെ വഅഖാഫു ദുനൂബി, എന്റെ പാപത്തെ പറ്റി എനിക്ക് ഭയപ്പാടുമുണ്ട്. എന്റെ അരികിൽ പാപങ്ങൾ വന്നതിനെ പറ്റി എനിക്ക് ഭയപ്പാടുണ്ട്. പക്ഷെ എത്ര പാപം ഞാൻ ചെയ്താലും എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരുമല്ലോ എന്ന പ്രതീക്ഷ ഈ പ്രവാചകരെ എനിക്കുണ്ടെന്ന് പറഞ്ഞപ്പോ ഹബീബായ പ്രവാചകൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞ വാക്കെന്താണെന്നോ, ലാ യജ്തമിഅനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിസ്ല ഹാദൽ മൗതിനി ലാ അതാഹു അല്ലാഹു മാ യർജു വആമനഹു മിമ്മാ യഖാഫു. ആ സഹാബിയോട് റസൂലുള്ളാഹി പറഞ്ഞു, ഈ ഒരു മനസ്സ് ഒരാൾക്ക് മരിക്കുന്ന സമയത്ത് ഉണ്ടായ പാപമുണ്ടല്ലോ, പടച്ചോനെ പുറത്തു തരുമെന്നുള്ളൊരു പേടിയും, എത്ര കുറ്റങ്ങൾ ചെയ്താൽ എന്റെ റബ്ബ് കരുണാമയനാണല്ലോ, എന്റെ റബ്ബന്റെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ പുറത്തു തരുമല്ലോ എന്ന ശുഭപ്രതീക്ഷയുമുണ്ടോ? റസൂലുള്ളാഹി പറയുന്നു, ഇല്ല ആ ചെറുപ്പക്കാരൻ ആഗ്രഹിക്കുന്ന ആഗ്രഹം അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ എന്താ? അല്ലാഹ് പാപം പുറത്തു കൊടുത്ത് പേടിക്കുന്ന ശിക്ഷയെ പുറത്തു കൊടുത്തുള്ള സ്വർഗത്തിലേക്ക് ആക്കുമെന്ന്. ഒരു രോഗിക്ക് ഉണ്ടാകേണ്ട ഒരു മാനസികാവസ്ഥയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യനെ അല്ലാഹു കൊടുത്തു. മറ്റൊരു റസൂലുള്ളാഹി അത്യാസന്ന അവസ്ഥയിൽ കിടക്കുന്ന ഒരാളെത്തിയില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രോഗിയെ സംബന്ധിച്ച് മൊത്തത്തിൽ മുഅ്മിനീങ്ങളായ ആളുകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി റസൂൽ പറയാണ്, ഇദബ്തലൈതു അബദൻ മിൻ ഇബാദി മുഅ്മിൻ, ഒരു വിശ്വാസിയായ ഒരാളെ അല്ലാഹു പരീക്ഷിച്ചു പറഞ്ഞാൽ രോഗം നൽകി, ക്യാൻസർ ആകാം, പ്രിയപ്പെട്ടവരുടെ ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടാകാം, ഷുഗർ പറഞ്ഞ ഏറ്റവും വലിയ രോഗം, ഇത്ര പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ അറിവിന്റെ പരിചയത്തിലുണ്ട്. പ്രിയപ്പെട്ട ഡിസ്കിന്റെ പ്രശ്നമുള്ളവരുണ്ട്, എന്തൊക്കെ ബുദ്ധിമുട്ടുള്ളവർ ഈ സദസ്സിലുണ്ട്. മഹാനായ റസൂലുള്ളാഹി എല്ലാവരും കേട്ടോളി, മനസ്സിന് കുളിർമ നൽകുന്ന, വിശ്വാസികളുടെ മനസ്സിന് ആശ്വാസം നൽകുന്ന പ്രവാചകന്റെ വാക്കാണ്. ഒരടിമയെ അല്ലാഹു പരീക്ഷിച്ചു, മിൻ ഇബാദി മുഅ്മിൻ ഫഹമിദനി, അല്ലാഹനെ വെറുപ്പിച്ചില്ല. പടച്ചോനെ, എനിക്ക് നീ രോഗം നീ രൂപത്തിൽ നൽകിയത്, എന്നെ ഈ രൂപത്തിൽ കഷ്ടപ്പെടുത്തുന്നോ പറഞ്ഞില്ല എന്നല്ല, അല്ലാഹുക്ക് അവൻ സ്തുതി പറഞ്ഞു. അവൻ റബ്ബിനെ ഓർത്തു, ഇബാദത്തുകൾ അവൻ ശ്രദ്ധ പുലർത്തി.
എങ്കിൽ പ്രവാചകൻ തിരുമേനി പറയുന്നു ഓന് രോഗശൈലിയിൽ നിന്ന് ആശ്വാസത്തിലേക്കോ എണീക്കുന്നത് എങ്ങനെയാണെന്നോ റസൂലുള്ളാഹി പറയുക യൗമിൻ വലദതു ഉമ്മു മിനൽ ഖത്തായ. പ്രസവിച്ച കുട്ടിയുടെ ജീവിതത്തിൽ തെറ്റുകുറ്റം ഉണ്ടാവുമല്ലോ, അങ്ങനെയാണോ ഞാൻ പായിൽ എണീക്കണം. ഒന്നുകിൽ ചിലപ്പോൾ മയ്യത്ത് കുളിപ്പിക്കാൻ കടത്തലാക്കുക, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരല് പൂർണ്ണമായി പാപങ്ങളില്ലാത്തവരായിട്ടാണ് തിരിച്ചു വരുന്നത് മഹാനായ റസൂലുള്ളാഹി പഠിപ്പിക്കുക. എന്നിട്ട് റസൂലുള്ളാഹി ബാക്കി പറയാണ്, അള്ളാഹു പറയും മലക്കുകളോട്, ഈ മനുഷ്യൻ 10-20 കൊല്ലത്തോളം രോഗശൈലിയിലായിരുന്നു. ആരോഗ്യമുള്ള സമയത്ത് എത്രമാത്രം നന്മകൾ ആ സഹോദരൻ ചെയ്യുമോ അത്രക്കും നന്മകൾ അവന്റെ കിതാബിൽ റെക്കോർഡ് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, അതാണ് വിശ്വാസികൾ ലോകത്തെ അങ്ങനെയാണ് നോക്കിക്കാണുന്നത്. എന്തെല്ലാം അസുഖങ്ങൾ, രോഗം വരാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികൾ ഇത്തരം രോഗശൈലിയിൽ കഴിയുന്ന ആളുകളെ ആരോഗ്യമുള്ള സമയത്തൊക്കെ നല്ല ഫ്രണ്ടാണ്. കാരണം വളരെ ഒന്നിച്ച് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകും. രോഗിയായി കിടന്ന ആദ്യ ദിവസം സന്ദർശിക്കും, പിന്നെ ഒരു 10-20 വർഷക്കാലം രോഗശൈലിയിൽ കിടക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക അത്തരം രോഗത്തിൽ കഴിയുന്ന ആളുകളും കണ്ടിരുന്ന ആളുകളെ കാണാൻ ആഗ്രഹിക്കുകയുള്ളവരെ. അത് ഞാനാണെങ്കിലും ആഗ്രഹിക്കും, നിങ്ങളെല്ലാവരും ആഗ്രഹിക്കും. രോഗാണം നടന്നു ഒന്ന് പോകും, പിന്നെ ആ വഴിക്കണ പോകാത്ത അവസ്ഥ. നമ്മളൊക്കെ തിരക്കിലായിരിക്കും, പക്ഷേ വിശ്വാസികളുടെ ബാധ്യതയിൽ അത് തീരുന്നില്ല. ഒരു വിശ്വാസി നമ്മൾ എത്രമാത്രം മനസ്സടക്കമുള്ള ഒരു ബഹുമാന്യ വ്യക്തിത്വമാണോ രോഗശൈലി. നാളെ ഞാനും കൂടെ അങ്ങനെ കിടക്കാൻ സാധ്യതയുണ്ടല്ലോ. അത്തരം രോഗികളെ സന്ദർശിക്കണം, അത്ര പുണ്യമുള്ളവരെ. മഹാനായ പ്രവാചകൻ രോഗ സന്ദർശനത്തിന്റെ മഹത്വത്തെ പറ്റി പറഞ്ഞെന്താണെന്നോ, സ്വർഗത്തിന്റെ വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നതെന്നാണ്. മുസ്ലിങ്ങളെ ബാധയായി എണ്ണിയെടുത്ത് റസൂൽ പറഞ്ഞ അബ്ദുൽ മുസ്ലിം മുസ്ലിം ഇതാ രോഗിയെ സന്ദർശിക്കണം. മഹാനായ റസൂൽ പറഞ്ഞത് അത്രമാത്രം പുണ്യം. രാവിലെ രോഗിയെ സന്ദർശിച്ച് വിചാരിച്ചു, ഇന്ന് ആരെങ്കിലും രോഗിയെ രാവിലെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾ ആലോചിക്കണം, മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ അത്. റസൂൽ പറയാണ്, ഒരാൾ മരിയൻ ഒരു രോഗിയെ സന്ദർശിച്ചു. എത്രത്തോളം രാവിലെ സന്ദർശിച്ചു. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമിൻ യഊദു മുസ്ലിമിൻ ലാ സല്ലല്ലാഹി 70,000 മലക്കിൻ ഹത്താ യുംസി. മസാവ് വരെ 70,000 മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ അറിയാതെ നമ്മുടെ അമ്മയുടെ കിതാബ് വരുന്നതെന്ന് മനസ്സിലാക്കും. വൈകുന്നേരം സന്ദർശിച്ചാലോ നേരം എടുക്കുന്നത് വരേക്കും 70,000 മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അത്ര പുണ്യാണ് പ്രിയപ്പെട്ടവരെ. എന്നാ സന്ദർശിക്കാതിരുന്നാൽ, നമ്മുടെ ഏറ്റവും അറിവിലും പരിചയത്തിൽപ്പെട്ട ഒരാള് അത്രയും ബന്ധപ്പെട്ട ഒരു ബഹുമാന്യ വ്യക്തിത്വം രോഗിയായി കിടന്നിട്ട് നമ്മൾ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ പരലോകത്ത് സുഖമായിട്ട് ഹിസാബ് കിട്ടുന്ന ആരും വിചാരിക്കണ്ട. നമ്മളൊക്കെ പ്രാർത്ഥിക്കണം എന്താ, ഹിസാബ് യസീറയാണ്, നടക്കൂല. നാളെ പരലോകത്തുന്ന സമയത്ത് നിക്കവിടെയെന്ന് പറയും. മരിയൽത്തോ വിശ്വാസികളെ പ്രവാചകൻ തിരുമേനി പറയുകയാണ്, ബന്ധത്തിലും മതത്തിലും പരിചയത്തിലും മറ്റൊരു സഹോദരൻ രോഗിയായി കിടന്നിട്ട് ഞാൻ നിങ്ങളും ആ സഹോദരനെ സന്ദർശിച്ചില്ലെങ്കിൽ നാളെ പരലോകത്തെത്തുമ്പോൾ ഹിസാബ് പ്രിയപ്പെട്ടവരെ പ്രയാസകരമായി തീരും. അള്ളാഹ് ഹിസാബിന്റെ സമയത്ത് പറയും, നിൽക്കവിടെ, ഞാൻ രോഗിയായിരുന്നുവല്ലോ, എന്തുകൊണ്ട് നീ എന്നെ സന്ദർശിച്ചില്ല എന്ന്. ആദമിന്റെ സന്തതി, ഞാൻ രോഗിയായിരുന്നു, നീ എന്തുകൊണ്ട് എന്നെ സന്ദർശിച്ചില്ല? അള്ളാഹ്, നിന്നെ ഞാൻ ഇങ്ങനെ സന്ദർശിക്കുന്ന ഈ ലോകത്തിന്റെ നാഥനല്ലേ, നിനക്കെങ്ങനെ രോഗം ബാധിക്കുമെന്ന് റഹ്മാനായ റബ്ബിനോട് അത്ഭുതത്തോടെ ചോദിക്കുന്നു. ആ സമയത്ത് അള്ളാഹ് പറയുന്നു, സുഹൃത്തേ, എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, നീ അടുത്തറിയുന്നതിന്റെ ബന്ധു, രോഗിയായി കാലങ്ങളായി കഴിച്ചു കൂട്ടിയവൻ ഒന്ന് വന്ന് കാണാൻ കൊതിയുണ്ടായിരുന്നു, നീ ചെന്നില്ല. നീ എങ്ങാനും ആ രോഗിയെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ നിനക്ക് എന്നെ അവിടെ വെച്ച് കാണാൻ സാധിക്കുമായിരുന്നു. പേടിച്ചോടി പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഈ ഭാഗത്ത് ഈ ലോകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗൗരവപ്പെട്ട വിഷയമാണ്. അത്ര വലിയ കുറ്റമാണത്. ഇസ്ലാമിന്റെ മുസ്ലിം ഉമ്മത്തിന്റെ ഹക്കിൽപ്പെട്ട പ്രവാചകൻ തിരുമേനി എന്നുകയാണ്. വിശ്വാസികളെ, ആണിനെ രോഗിയായി കിടക്കുന്ന ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പോണീന് കുഴപ്പമില്ല. നമ്മളൊരു കുടുംബത്തിൽപ്പെട്ടാൽ നമുക്ക് അടുത്തറിയുന്ന ഒരു സഹോദരിയാണ് രോഗശൈലിയിൽ കിടക്കുന്ന രോഗ സന്ദർശനം അനുവദിക്കുന്നു. ഉമ്മ സാഹിബ എന്ന് പറയുന്ന ഒരു സ്ത്രീ മഹാനായ പ്രവാചകൻ തിരുമേനിയുടെ സ്വഹാഭാവനതയിൽപ്പെട്ട സഹോദരിയാണ്. രോഗിയായി കിടക്കുന്ന സമയത്ത് റസൂലുള്ളാഹി രോഗ സന്ദർശനം ചെയ്യില്ല. എന്തൊക്കെ വർത്താനെന്ന് ചോദിച്ചു. ഭയങ്കര പരിച്ചിങ്ങനെ വറക്കണേ. മഹാനായ പ്രവാചകൻ ദഖലാല ഉമ്മ സാഹിബ ഫഖാല മാലകി യാ ഉമ്മ സാഹിബ, എന്തുണ്ട് ഉമ്മ സാഹിബ അവസ്ഥ, ആരോഗ്യാവസ്ഥകളൊക്കെ എന്ത് ചോദിച്ചു. മുപ്പത്തിയാർക്ക് പരിച്ചിങ്ങനെ വറക്കണം, അത്ര പ്രയാസമാണ്. അപ്പോ ഇടങ്ങേറിച്ച പനി എന്ന് പറഞ്ഞു.
അങ്ങനെ നമ്മൾ അസുഖത്തെ പഠിക്കാൻ പാടില്ല. ഒരു നാശം പഠിച്ച അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അള്ളാന്റെ റസൂൽ അവിടെ തിരുത്താണ്. പനിയെ പഠിക്കല്ലേ മുസായിബ, നിന്റെ ജീവിതത്തിൽ വന്ന പാപങ്ങളെ ഈ പനി പോക്കിക്കളയും. തീ സ്വർണത്തിലെയും വെള്ളിയിലെയും മാലിന്യങ്ങൾ നീക്കിക്കളയുന്നത് പോലെ വല്ലാത്തൊരു വാക്കാണ്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും മാലിന്യങ്ങൾ തീ പോക്കിക്കളയുന്ന പോലെ നിന്റെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ പനി മുഖാന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല കഴുകി വൃത്തിയാക്കുമെന്ന് ആ സഹോദരി വിശ്വാസികളെ, നമ്മളൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ നിസ്കാരത്തിൽ ശ്രദ്ധ പുലർത്തണം, ഇബാദത്തുകൾ ശ്രദ്ധ പുലർത്തണം, അള്ളാഹിനോട് കൂടുതൽ അടുക്കാൻ വേണം. ചില ആളുകൾക്ക് അസുഖമായ പിന്നെ നിസ്കാരത്തോട് വിടാം. എന്താ പഠിച്ചോപ്പം ഇങ്ങനെയൊക്കെ എന്നെ നോക്കി ഞാൻ ഇങ്ങനെ ഇബാദത്തും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയൊന്നും വിചാരിക്കാനേ പാടില്ല. അപ്പൊ രോഗസന്ദർശനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര പുണ്യമായിരുന്നു ഞാൻ കൽപ്പിച്ചത്. മുസ്ലിമായ ഒരാളാണ് രോഗിയായി കിടക്കുന്നത്. നമ്മുടെ അയലോകത്തെ രാമേട്ടന് അല്ലെങ്കിൽ ജോസഫേട്ടന് അല്ലെങ്കിൽ നമുക്ക് അടുത്തറിയും നമ്മളൊരു കുട്ടി നമ്മുടെ കൂടെ പഠിക്കുന്ന മോന്റെ ഒരു സുഹൃത്ത് രോഗിയായി കിടക്കുക വെച്ചാൽ നമുക്ക് സന്ദർശിക്കാം, ഹദീസിനെ നിർദ്ദേശിക്കാം. രോഗി അമുസ്ലിമാണെങ്കിൽ പോലും അല്ലേ, മുസ്ലിങ്ങൾ നമ്മുടെ ഹക്കിൽപ്പെട്ടതല്ല. ഇത് ഹക്കിൽപ്പെട്ടതല്ലെങ്കിൽ പോകാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ വീട്ടിലിടക്കൊക്കെ ഹിദ്മ ചെയ്യാൻ വരുന്ന ഒരു ജൂത കുട്ടി ഉണ്ടായിരുന്നു. ഗുലാം എന്നാണ് ഹദീസിൽ കാണുന്നത്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോന് അബുൽ ഖാസിമും ഈ മോന് നല്ല ഫ്രണ്ടാണ്. അല്ലാഹുവിന്റെ റസൂല് രോഗസന്ദർശനത്തിന് വേണ്ടി അവിടെ ചെല്ല, മോന്റെ ഫ്രണ്ടാണ്. ചെന്നപ്പോ കുട്ടി രോഗശൈലിയിലാണ്, അത്യാവശ്യം അവസ്ഥയിലാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ചെന്നിട്ട് നബി എന്തെങ്കിലും ചാൻസ് കിട്ടിയാൽ അവിടെ നടത്താൻ വേണ്ടി ഉപയോഗിക്കുമല്ലോ. പ്രവാചകൻ രോഗ വിവരങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ റസൂലുള്ളാഹിക്ക് മനസ്സിലായ അത്യാവശ്യം സീരിയസ് ആണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എൻ്റെ കുട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം. ആ കുട്ടി ഇങ്ങനെ അവന്റെ ഫാദറിന്റെ പാപ്പാന്റെ അച്ഛന്റെ മുഖത്തേക്ക് നോക്കും, നബിയുടെ മുഖത്തേക്ക് നോക്കും. അതിലൊരു വലിയ മോനെന്നല്ല, ചെറിയ മോനാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാസിമിന്റെ പ്രായം അറിയാലോ, മഹാനായ റസൂലുള്ളാഹിന്റെ ചെറിയ കുട്ടിയാണ്. പാപ്പ പറഞ്ഞു അബ്ദുൽ ഖാസിമിന്റെ പെന്താ മോനോട് പറഞ്ഞ അനുസരിച്ച് പറഞ്ഞു, എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ. ആ മരണാസന്നമായ അവസ്ഥയിൽ ആ മോന് ഷഹാദാക്കി ഉച്ചരിക്കുക. അങ്ങനെ ആ കുട്ടി മരണപ്പെടും. റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കെന്താണോ, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ. അല്ലാഹ് നിനക്ക് സർവസ്തുതിയും ഈ കുഞ്ഞു മോനെ ഈ സമയത്ത് ഹിദായത്തിലേക്ക് എത്തിച്ച് വിശ്വാസിയുടെ വഴിയിലേക്ക് എത്തിക്കാൻ എനിക്ക് കാരണമാക്കിയ റബ്ബേ നിനക്ക് സർവസ്തുതിയും എന്ന് മഹാനായ റസൂൽ പഠിപ്പിക്കാം. വിശ്വാസികളെ, അതാണ് ഇസ്ലാം. രോഗികളെ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ അവനെ സമാധാനിപ്പിക്കണം. എത്ര സീരിയസ് ആയ രോഗിയായി കിടക്കുകയാണെങ്കിൽ നമ്മള് സമാധാനത്തിന്റെ വാക്കുകൾ പറയാം, മുഖസ്തുതി പറയാം, നല്ല വാക്കുകൾ പറയാം. അതൊക്കെ ഇസ്ലാം. നിങ്ങൾ ആലോചിക്കുക, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത പാഠങ്ങൾ ലോകത്ത് എവിടെയാണ്? എന്തൊക്കെ മനുഷ്യന്റെ നീറ്റലുകളുണ്ടോ, തേങ്ങലുകളുണ്ടോ, വിഷമങ്ങളുണ്ടോ അവിടെ ഇടപെട്ടിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ പറയുന്നത് രോഗിയെ സന്ദർശിക്കാൻ ചെല്ലുമ്പോ ആശ്വാസം കൊടുക്കണം. അപ്പൊ വല്ലാത്തൊരു വാക്ക് അല്ലേ. ചിലപ്പോ ഇങ്ങനെ ആശുപത്രിയിൽ നിന്ന് മടക്കിയിരിക്കും. ഇനി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വേണ്ടതൊക്കെ ചെറിയ രൂപത്തിലൊക്കെ ചെയ്തോളും കണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കും. ഈ രോഗി അറിഞ്ഞിരിക്കുമ്പോഴേ അങ്ങനത്തെ രോഗിയുടെ മാനസികാവസ്ഥ എന്താണ്? ഇനിയൊരു 10-20 കൊല്ലം പഠിച്ചോൻ എനിക്ക് ആയുസ് തന്നെങ്കിൽ നമ്മളൊക്കെ ഏകദേശമൊക്കെ ഖബറടക്കാനുള്ള കാര്യങ്ങളും ബാക്കിയുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്തിരിക്കും. മനുഷ്യന്മാർ അങ്ങനെയാണല്ലോ. എന്നാൽ ഈ രോഗിയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ എന്താ? ഇനിയൊരു 50 കൊല്ലം ജീവിച്ചെങ്കിൽ തന്നെ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ ഉപയോഗപ്പെടുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ രോഗിയെ കാണാൻ തന്നെ നമ്മളെന്താ ആശ്വസിപ്പിക്കാൻ. മഹാനായ റസൂൽ പറയാണ്, നമ്മൾ പറയാം ഒരു അസുഖമുള്ള ഒരാളെ ചെല്ലുമ്പോ ഇന്ന ആളൊക്കെ അസുഖം മാറിയിട്ടുണ്ടല്ലോ, ഏതൊരു വിഷയമല്ല. ഇന്ന് രോഗത്തിന് ചികിത്സ ഇല്ലാത്ത, മരുന്നില്ലാത്ത ഏത് രോഗം മാറും, അവന് ആശ്വാസം കൊടുക്കാൻ വേണ്ടി മഹാനായ റസൂൽ പറയാണ്, അള്ളാഹു വെച്ച അജലിൽ നിന്ന് മാറൂല, പക്ഷേ നിങ്ങൾക്ക് ആശ്വാസത്തിന്റെ സമാധാനത്തിന്റെ വാക്കുകൾ അവൻ നിങ്ങൾക്ക് നൽകാവുന്നതാണെന്ന് മഹാനായ റസൂൽ പറയാം. നല്ല വർത്താനങ്ങൾ പറയുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കൊത്തേറ്റ് കിടക്കാൻ അബൂലുലുത്ത് സുബൈസ് നിർവഹിക്കുന്ന മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറകിൽ വന്നിട്ടാണ് കുത്തിയത്. കൊത്തേറ്റ് മുറിവേറ്റ് വേദന കൊണ്ട് പൊളഞ്ഞ് മരണാസന്നമായ അവസ്ഥയിൽ കഴിയുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറ്റി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹത്വപ്പെടുത്തി പറയാം, നിങ്ങളൊന്നും വിഷമിക്കണ്ട, അള്ളാഹിന്റെ തൃപ്തി കിട്ടി, പ്രവാചകൻ തിരുമേനി സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞ് മഹൻ വ്യക്തിത്വമല്ലേ താങ്കൾ?
എന്ന് പറഞ്ഞ് സമാധാനത്തിന്റെ രോഗിയെ അങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ഇത്തരം ചില മര്യാദകളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പിന്നെ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. മഹാനായ റസൂലുള്ളാഹി ഒരാൾ രോഗിയെ അടുത്ത് ചെന്നിട്ട് രോഗിയെ നിങ്ങൾ സന്ദർശിക്കാൻ ചെന്നോ, അവൻ അവധി എത്തിയിട്ടില്ല, അത് നമുക്കും അറിയില്ല, കിടക്കുന്ന രോഗിക്കും അറിയില്ല. ശ്രദ്ധിച്ചോ, ഒരാൾ രോഗിയെ സന്ദർശിച്ച് നമ്മൾ ചെന്നു, ഹജ്ജിൽ എത്തിയിട്ടില്ല, അത് അറിയണോ വേണോന്നേ ഉള്ളൂ. എനിക്കും അറിയില്ല, രോഗിക്കും അറിയില്ല, എന്നെക്കും അറിയില്ല, രോഗിക്കും അറിയില്ല ഹജ്ജ് എത്തി എന്നുള്ളത്. എന്നാൽ റസൂലുള്ളാഹി പറയുന്നു, നിങ്ങൾ ആ രോഗിയുടെ അരികിൽ വെച്ച് 7 തവണ പ്രാർത്ഥിച്ചാൽ പ്രവാചകൻ തിരുമേനി പറയുന്നില്ല, ആ രോഗത്തിൽ നിന്ന് ആ സുഹൃത്തിന് മുക്തി നൽകാതിരിക്കില്ല. അല്ലാഹു ആശ്വാസം കൊടുക്കുന്നു. നമ്മൾ എത്ര ആളുകൾ രോഗിയെ സന്ദർശിക്കാൻ ചെല്ലാറുണ്ട്. എന്ന പ്രാർത്ഥനയിൽ കൃത്യമായിട്ട് അറിയാത്ത എത്ര ആളുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ പിന്നെ എന്തിനാ ഖുത്ബ കേൾക്കുന്നത്, എന്തിനാ ക്ലാസ്സുകൾ കേൾക്കുന്നത്? നമ്മുടെ നിത്യജീവിതത്തിൽ അറിയേണ്ടത് അല്ലേ, ഇതൊക്കെ നമ്മൾ കേൾക്കും. പിന്നെ ആ പ്രാർത്ഥന എന്താ പഠിക്കേണ്ടത്? നമ്മൾ എത്ര രോഗിയെ നമ്മൾ സന്ദർശിക്കും? 100 ആള് രോഗിയെ സന്ദർശിക്കാൻ ചെല്ലുമ്പോ 7 തവണ സുഹൃത്തെ ആ സുഹൃത്തിന് വേണ്ടി ഒരാൾ ദുആ ചെയ്താൽ റസൂലുള്ളാഹി പറയുന്നു, ആ രോഗം റഹ്മാനായ റബ്ബ് ശിഫ നൽകാതിരിക്കില്ല. വേദന കൊണ്ട് പൊളയുന്ന ഒരു സഹോദരൻ, സുഹൃത്തെ, അങ്ങനെ രോഗികളായ എത്ര ആളുകൾ നമ്മുടെ അറിവിലും പരിചയത്തിലുമുണ്ട് അല്ലേ? തൊട്ടടുത്തിരിക്കുന്ന മക്കൾക്ക് അത് ഏറ്റുവാങ്ങാൻ സാധ്യമല്ല. വേദന കൊണ്ട് പൊളയുന്ന വാപ്പ, വേദന കൊണ്ട് പൊളയുന്ന ഉമ്മ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൻ കണ്ടു നിൽക്കാനല്ലാതെ എന്തിനു സാധിക്കും? അസമയത്ത് എന്ത് ചെയ്യാമെന്നോ? പ്രിയപ്പെട്ടവരെ, ഉമ്മയാണ് രോഗശൈലിയിൽ വേദന കൊണ്ട് പൊളയുന്നതെങ്കിൽ ആ ഉമ്മയുടെ കയ്യിൽ നമുക്ക് കൈവച്ച് ബിസ്മില്ലാഹി 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 അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു. അല്ലാഹുവിന്റെ റസൂലിന്റെ മാതൃകയാണത്. രോഗിയായി കിടക്കുന്ന ആളുടെ അരികിൽ ചെന്നുകൊണ്ട് കൈവെക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ കൈവച്ച്, വേദനയുള്ള ഇടത്ത് കൈവച്ച്, വാപ്പാന്റെ ശരീരത്തിൽ മക്കൾക്ക് കൈവെക്കാം, മക്കളുടെ ശരീരത്തിൽ വാപ്പാക്ക് കൈവെക്കാം, ഭാര്യയും ഭർത്താവും തമ്മിലാകാം, സഹോദരങ്ങൾ തമ്മിലാവാം. എവിടെയാണോ വേദനിക്കണം അവിടെ കൈവച്ച് ബിസ്മില്ലാഹി 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 3 തവണ ബിസ്മില്ലാഹി ചെല്ലുകയും തുടർന്ന് പ്രവാചകൻ തിരുമേനി പഠിപ്പിക്കുകയാണ്. തുടർന്ന് അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു 7 തവണ. പ്രവാചകൻ ഹദീസ് എങ്ങനെ പറഞ്ഞു? അല്ലാഹു ഇല്ല ആഫാഹുല്ലാഹു, രോഗം മാറ്റി കൊടുക്കുന്നു, വേദനയിൽ മുക്തി നൽകും. ഒരു കുട്ടി രാത്രി ഇങ്ങനെ അത് കരയണം. ചെറിയ പൈതങ്ങളാണെങ്കിൽ 2-3 മാസമൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ നട്ടപ്പാതിരിക്കണം, നമ്മൾ എവിടേക്കെങ്കിലൊക്കെ ഓടും. എന്നാ ഓടണ്ടെന്നല്ല, ഡോക്ടറെ കാണിക്കണ്ടെന്നല്ല, ചികിത്സിക്കേണ്ടെന്നല്ല, എന്താണ് വേദന അറിയില്ല. അപ്പൊ വാപ്പ അല്ലേ നട്ടപ്പാതിൽ 12 മണിക്ക് എവിടേക്കെ കൊണ്ടുപോകും. അപ്പൊ നിങ്ങള് ആ മോന്റെ കയ്യിൽ ശരീരത്തിന് കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചോക്കാണ്. അള്ളാഹ് ഇടപെടും പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണിത്. റഹ്മാനായ റബ്ബിന്റെ ഇടപെടൽ ഉണ്ടാകും. അവിടെ ശ്രദ്ധിച്ചോളില്ല. രോഗ സന്ദർശനം, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ. പിന്നെ രോഗത്തിന്റെ സീരിയസ് മനസ്സിലാക്കുന്നതിനനുസരിച്ച് നമ്മൾ ചില വിഷയങ്ങൾ ബോധ്യപ്പെടുത്തുമാണ്. ചില ആളുകളുണ്ട്, അസുഖമാണ് രോഗി അറിയില്ല, ഇന്ന അസുഖമാണ്, കാര്യപ്പെട്ട രോഗങ്ങളായിരിക്കും, അറിയിക്കാതിരിക്കുന്നവരുണ്ട്. എന്നാലോ ആകെ രോഗിയാണ് പ്രയാസപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നാ കാര്യങ്ങൾ മെല്ലെ മെല്ലെ ബോധ്യപ്പെടുത്തുമാണ്. എങ്ങനെയാണെന്നാല് തൗബ ചെയ്യാൻ അവസരം കൊടുക്കണം, ഇസ്തിഗ്ഫാർ ചെയ്യാനുള്ള മനസ്സ് കൊടുക്കണം. അതിന് രൂപത്തിലൊക്കെ തന്മയത്വത്തോടു കൂടി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയിൽ കൂടി അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരപ്പെട്ടതാണ്. ഇത്ര അസുഖമാണ് എന്ന് കുറിച്ച് മരണവുമായി ബന്ധപ്പെട്ട് അതിനു വേണ്ട ഒരുക്കങ്ങളില്ലേ. ചില ആളുകൾ രോഗികളായാലോ 6 മാസം രോഗശൈലി കാരണം നിസ്കാരമില്ല. എത്രത്തോളം നിങ്ങളെ ട്യൂബ് ഇട്ടോ നിസ്കരിക്കാം. മൂത്രത്തിന്റെ ട്യൂബ് ഇട്ട് കിടക്കുകയാണ് ഒരാൾ അല്ലേ, മൂത്രം ഒരു ബാഗിൽ പോയി നിറയാണ്. ആ സുഹൃത്ത് നിസ്കരിക്കാൻ പറ്റുമോ? നിസ്കരിക്കാം. ഓതോ എടുക്കാൻ പോകാൻ പറ്റൂല, തേമം ചെയ്താൽ മതി.
ആ നജസ് ട്യൂബിലൂടെ ബാഗിൽ പോയി കിടന്നോട്ടെ. ഈ ബഹുമാന വ്യക്തിത്വം നജസിലല്ല. നമ്മുടെ ശരീരത്തിലൊക്കെ ധാരാളം നജസുകളില്ലേ, ശരീരത്തിൽ മാലിന്യങ്ങൾ ബാഗിലില്ലേ, ശരീരത്തിന്റെ ഉള്ളിൽ. അതുപോലെ സംവിധാനം രോഗിയുടെ പ്രയാസത്തിനനുസരിച്ചുകൊണ്ട് ഡോക്ടർമാരുടെ നിർദ്ദേശം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ആ രോഗി നിസ്കരിക്കണം. നമ്മൾ പലപ്പോഴും രോഗികളെ സന്ദർശിക്കാൻ സമയത്ത് ചായ അടിച്ചോ ചോറ് വെച്ചോ ബാക്കിയൊക്കെ ചോദിക്കും, നിസ്കാരത്തിന്റെ കാര്യം ചോദിക്കില്ല. കൂടെ നിൽക്കുന്നവർ ശ്രദ്ധിക്കണം, രോഗിയെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചോളും പ്രിയപ്പെട്ടവരെ, എത്ര മരണങ്ങളാണ് നമ്മുടെ അറിവിൽ പരിചയത്തിൽ. രോഗം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ അറിവിൽ തന്നെ, നിങ്ങൾ ഓരോരുത്തരുടെ അറിവിൽ എത്ര ക്യാൻസറുമായി ബന്ധപ്പെട്ട രോഗമുള്ള ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ, ഗൗരവപ്പെട്ട രോഗമുള്ള ആളുകൾ. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. അതിന് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. റഹ്മാനായ റബ്ബ് ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതൊക്കെ ശ്രദ്ധിച്ച് വരുത്തേണ്ടതൊക്കെ വരുത്തി നന്മയിൽ സഞ്ചരിക്കാൻ, അള്ളാഹുവിനെ മറക്കാതെ ജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ നബി വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ സാനിയ ബിത്തഖ്വ. അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിക്കണമെന്ന് എന്നോടൊന്നുപോലെ നിങ്ങളെ ഉണർത്തുകയാണ്. റിയാദത്തുൽ മരീദുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത്. രോഗ സന്ദർശനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മര്യാദകൾ: രോഗിയെ ആശ്വസിപ്പിക്കണം, ബേജാറാക്കുന്ന വാക്കുകൾ പറയാൻ പാടില്ല, സമാധാനം നൽകണം, അയാൾ ചെയ്ത് നന്മകൾ എടുത്തു പറഞ്ഞ് അയാളെ ധൈര്യപ്പെടുത്തണം. മനസ്സിന്റെ ധൈര്യം തന്നെയാണ് പലപ്പോഴും പല അസുഖങ്ങൾ മാറാനും ആശ്വാസത്തിലേക്ക് എത്താൻ വഴി നമുക്ക് എല്ലാവർക്കും. ഒരു ഹദീസ് വിഷയവുമായി കൂട്ടിച്ചേർക്കുകയാണ്. ഒരാള് വളരെ വിഷമകരമായ ശാരീരിക അവസ്ഥയിൽ ഒരാൾ കണ്ടാൽ ഒരു സുന്നത്ത് അവസ്ഥയിൽപ്പെടുക, എന്തെങ്കിലും ശാരീരികമായ വലിയൊരു മാരക രോഗം, അല്ലെങ്കിൽ ചിലപ്പോ വൈകല്യങ്ങൾ, ഇങ്ങനത്തെ ഉള്ള ഒരാളെ നമ്മൾ കണ്ടാൽ ഒരു വിശ്വാസിയുടെ നിലപാട് റസൂൽ പറയണം, മൻ റആ മുബ്തലൻ. അല്ലേ, ചില ആളുകളൊക്കെ ശാരീരിക അവസ്ഥ, അംഗവൈകല്യങ്ങൾ, കോറങ്ങേടുകൾ കണ്ടാൽ നമുക്ക് മനസ്സലിഞ്ഞു പോകും. അപ്പൊ ഒരു വിശ്വാസി കാണുന്നത് എന്താ, നമുക്കൊരു വല്ലാത്തൊരു സോഫ്റ്റ് കോർണർ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ആ മനുഷ്യനോട് വല്ലാത്തൊരു അവസ്ഥ തോന്നും. ആ സമയത്ത് റസൂൽ പറഞ്ഞു, അള്ളാഹു പരീക്ഷിക്കപ്പെട്ടൊരു വ്യക്തിയെ നിങ്ങൾ കാണുമ്പോൾ അയാൾ കേൾക്കാത്ത രൂപത്തിൽ നമ്മൾ മനസ്സിൽ പറയേണ്ട ഒരു ഹദീസ്, പ്രവാചകന്റെ വചനമാണ്. ഇന്ന് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ആ സുഹൃത്തുക്കൾ. പ്രവാചകൻ അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാക. ഇതെല്ലാവരും പഠിച്ചു. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാക. രണ്ട് കണ്ണും കാണാത്തൊരു മനുഷ്യൻ നമ്മൾ കാണും, കയ്യിന് ശേഷിയില്ലാത്തൊരു മനുഷ്യൻ, അല്ലെങ്കിൽ വൈകല്യങ്ങൾ അങ്ങേയറ്റുള്ള ഒരു ബഹുമാൻ ഒരു സഹോദരൻ നമ്മൾ കാണുകയാണ്. ആ സമയത്ത് നമ്മൾ പറയുന്നത് അൽഹംദുലില്ലാ, അല്ലാഹ് നിനക്കാണ് സർവസ്തുതിയും. അല്ലദീ, എങ്ങനെയാണ് നീ ആഫാനി, എനിക്ക് നീ സൗഖ്യം നൽകിയല്ലോ, മിമ്മ ബതലാക, സുഹൃത്ത് നൽകിയ പരീക്ഷണങ്ങൾ എനിക്ക് തരാതെ റബ്ബേ, നീ എന്നെ കാത്തല്ലോ, നീ എന്നെ രക്ഷിച്ചല്ലോ റബ്ബേ എന്ന് പറയാൻ ആ സുഹൃത്തിനെ കണ്ടിട്ടല്ല, അയാൾ കേൾക്കും വേണ്ട, മനസ്സ് പറയാൻ. സുഹൃത്ത് പറയാണ്, എങ്കിൽ ആ പരീക്ഷണം പിന്നെ പഠിച്ചോ നമുക്ക് തരൂല. മനസ്സിലായോ? ആ പരീക്ഷണം നമുക്ക് തരൂല. കാരണം അള്ളാഹനെ അവൾ ഓർക്കുകയാണ്. അല്ലേ, നടക്കാൻ വയ്യാത്തൊരു ബഹുമാന സഹോദരനെ കാണാൻ. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാക. ഒന്ന് മനസ്സ് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാക. ഒന്ന് മനസ്സ് പറഞ്ഞു കാണി, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാക. അല്ലാഹു സുഹൃത്തിന് നൽകിയ വിഷമം നീ എനിക്ക് നൽകാതെ നീ എനിക്ക് ആഫിയത്ത് നൽകിയല്ലോ എന്നൊരടിമ പറഞ്ഞാൽ മഹാന്റെ ബാക്കിയുള്ള എന്താണെന്നോ, മിമ്മ ബതലാക വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ. നിന്റെ കോടാനുകോടി സൃഷ്ടികൾക്ക് പലതും നീ പ്രയാസങ്ങൾ നൽകിയിട്ടുണ്ട്, അതൊന്നും തരാതെ നീ എന്നെ രക്ഷിച്ചല്ലോ റബ്ബേ, പൂർണ്ണ ആരോഗ്യം നൽകിയല്ലോ, ആഫിയത്ത് നൽകിയല്ലോ. ശുക്രിന്റെ വാക്കവൻ പറഞ്ഞാൽ അത്തരം വിഷമങ്ങൾ നമുക്ക് വരില്ലെന്ന് മാത്രമല്ല അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമെന്നാണ്. അൽഹംദുലില്ലാഹ്. ശ്രദ്ധിച്ചോളൂ പ്രിയപ്പെട്ടവരെ, ഇത്തരം പ്രവാചകന്റെ വാക്കുകളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ വാക്കുകളാക്കുക, റബ്ബിനോട് അടുക്കുക, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകലുക, നിസ്കാരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചോളൂ, ദീനുമായി നല്ല ബന്ധപ്പെട്ടു. അവനെ വിസ്മരിച്ച് നടന്ന അല്ലാഹു നമ്മളെ മറക്കും. അത് നമ്മൾ മനസ്സിലാക്കും. ഈ സുഖങ്ങളും സൗകര്യങ്ങളും നൽകിയ റബ്ബിനെ വിസ്മരിച്ച് നടന്നാൽ അല്ലാഹു നമ്മളെ മറക്കും. അവന്റെ തിരുനോട്ടവും അവന്റെ ഇടപെടലും നമ്മുടെ ജീവിതത്തിലുണ്ടോ, അൽഹംദുലില്ലാഹ് നമുക്ക് സന്തോഷം കിട്ടും. ഇഹത്തിലും വനത്തിലും റബ്ബിന്റെ തൗഫീഖ് ലഭിക്കും. അല്ലാഹു നമ്മെ എല്ലാ ബലായിലും മുസീബത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
രോഗങ്ങളാൽ വിഷമിക്കുന്ന ധാരാളം ആളുകൾ, ക്യാൻസർ പോലുള്ള ബുദ്ധിമുട്ടുകളാൽ വിഷമിക്കുന്ന നമ്മുടെ ബഹുമാന്യരായ സഹോദരങ്ങൾ, സഹോദരിമാർ, അള്ളാഹു അവർക്ക് ശിഫായിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മയും നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും മക്കളെയും എല്ലാവരെയും അത്തരം രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും അത് ജീവിതത്തിന്റെ ഭാഗമാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരക രോഗത്തെ തൊട്ട് മാറാ രോഗത്തോട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളിൽ നിന്ന് കൺകുളിർമ നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم صل وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين وآخر دعوانا الحمد لله.